തിരുവനന്തപുരത്തേക്ക് നോക്കണ്ടേ നമ്മൾ? തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വിഷ്വലുകൾ കണ്ടില്ലേ? തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു നാട്, ഒരു നഗരം. ഈ നാടിൻ്റെ തലസ്ഥാന നഗരിയുടെ മുക്കും മൂലയും എങ്ങനെയായി ഇപ്പോൾ കിടക്കുന്നത്? പരിപൂർണമായി ചപ്പും ചവറും കൊണ്ട് ആ ചവറുകൾ ഈഞ്ചക്കലിൽ കൊണ്ടുപോയി കുമിഞ്ഞു കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. ഇതിനൊരു മറുപടി പറയാൻ BJP ഭരിക്കുന്ന മേയറോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? സോഷ്യൽ മീഡിയ തുറന്നാൽ ഡെപ്യൂട്ടി മേയറും നിറഞ്ഞു നിൽക്കുകയല്ലേ അവിടെ. പക്ഷെ കാര്യമാത്ര പ്രസക്തമായൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പും 5 വർഷം പൊങ്കാല നടന്നതല്ലേ? ഈ നാടിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അമ്മമാർ, സഹോദരിമാർ വന്ന് പൊങ്കാലയർപ്പിച്ച് കടന്നുപോയതല്ലേ? തൊട്ടടുത്ത ദിവസം ആ തലസ്ഥാന നഗരി എന്തായിരുന്നോ അവിടെ അതിനു മുമ്പ് അതേപോലെ തിരിച്ചേൽപ്പിക്കുമായിരുന്നു ഇടതുപക്ഷം കൃത്യമായി ആ നാടിന്. ജനങ്ങൾ മൂക്കിൽ കൈവച്ച് ആലോചിക്കുന്നുണ്ടാവും ഇപ്പോൾ പറ്റിയ അമളിയെക്കുറിച്ച് എന്നുള്ളതാണ്. 100%. കഴിഞ്ഞ ദിവസം ഒരു വലിയ മാധ്യമപ്രവർത്തക ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാല എന്ന്. അപ്പോൾ പറയാണ്, ഇവിടെ വളരെയധികം തരിശായി കിടക്കുന്നു, പരിപൂർണമായി വേസ്റ്റുകൾ കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുന്നു. മുൻ വർഷങ്ങളിൽ വരുമ്പോൾ ഇവിടെയാണോ ഞാൻ പൊങ്കാലയിട്ടത് എന്ന് തോന്നുന്ന തരത്തിൽ പോലും ആ പൊങ്കാലയിട്ട നഗരവീഥികളെ ഒരൊറ്റ രാത്രി കൊണ്ട് മാറ്റിമറിക്കുമായിരുന്നു ഇവിടുത്തെ ഭരണകൂടമെന്ന്. വ്യത്യാസമെന്ന് പറയുന്നത് ഇതല്ലേ? ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള വ്യത്യാസം ഇതല്ലേ? എത്രയെത്ര ആഘോഷങ്ങളാണ് തലസ്ഥാന നഗരിയിലേക്ക് ഇനി വരാനിരിക്കുന്നത്. എത്രയെത്ര പ്രവർത്തനങ്ങളാണ് LDFും BJPയുമായി ഇനി ഈ നാട് കമ്പയർ ചെയ്യാൻ പോകുന്നത്. കഴിയുന്നില്ലല്ലോ ഈ നാടിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പോലും BJPക്ക് എന്നുള്ളതാണ്. കേരളത്തെ ഒരു റോൾ മോഡലായി ഞങ്ങൾ തിരുവനന്തപുരത്തെ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി സ്റ്റേജിൽ പറഞ്ഞു പോയിട്ട് ആ സ്റ്റേജ് പോലും ഒരുപക്ഷെ അഴിച്ചിട്ടുണ്ടാവില്ല. അത്ര ചൂടേറിയ വാഗ്ദാനങ്ങൾ നൽകിപ്പോയ പ്രധാനമന്ത്രിയുടെ പാർട്ടി മൂക്കും കുത്തി തലസ്ഥാന നഗരിയിൽ വീണിരിക്കുകയാണ്. ഹൃദയപക്ഷത്തോട് ചേർന്ന് നിന്ന ഇടതു സർക്കാരിനെ, ഇടതുപക്ഷത്തെ തിരുവനന്തപുരംകാർ ഓർക്കുന്നുണ്ടാവും ഇപ്പോൾ ശരിക്കും. ഈ നഗരത്തിന് ഇതെന്തുപറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് മാലിന്യ കൂമ്പാരം. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ഇതിന് നാം വലിയ വില കൊടുക്കേണ്ടി വരും.